നമസ്കാരം. എല്ലാവർക്കും കൊച്ചിൻ ഡെയിലീസിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക. കേരളം കാത്തിരുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പെൺവാണിഭ പീഡന കഥകളാണ് ഇന്ന് കേരളത്തിലെ മുഖ്യ ചർച്ച. വരാൻ പോകുന്ന വലിയ വാർത്തകളുടെ ഒരു തുടക്കം മാത്രമാണ് രാഹുലിന്റെ ഈ വാർത്ത. വരുന്ന നാളുകളിൽ ഷാഫി ഫർബിലും തൃത്താല മുൻ MLA ബൽറാമും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ നേതാവായിട്ടുള്ള ഫിറോസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാർക്കെതിരെയുള്ള പെൺവാണിഭത്തിന്റെയും അഴിമതിയുടെയും ചുരുളെഴുതുന്ന കഥകളുടെ തുടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇവർ കേസ്. കാരണം ഇവർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചാര വേലകളും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും താങ്കൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളും അഴിമതികളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മൂടിവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനകളും വാർത്തകളും. അതിന് ഒത്താശ ചെയ്യുന്ന കേരളത്തിലെ വൻകിട മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം വർഗീയ പ്രസ്ഥാനങ്ങളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും SDPI പോലെയുള്ള ഇസ്ലാമിക വർഗീയ പ്രസ്ഥാനങ്ങളും ചില ക്രിസ്തീയ വർഗീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ BJPയുടെ RSSന്റെ ഒരുപാട് നേതാക്കന്മാരുടെ സപ്പോർട്ടും ഇവർക്കുണ്ട്. അതിനുള്ള കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും കേരളത്തിൽ ഇടത് ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പാടില്ല. ഈ ഒരു ആവശ്യം ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയാണ് അവർ കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ പണത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ പറഞ്ഞ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതുപോലെ മോറ്റയുടെ MLA നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാര വേലകൾ, പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള പ്രചരണ തന്ത്രങ്ങൾ, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമി വെട്ടിപ്പിന്റെയും അഴിമതിയുടെയും പെൺവാണിഭത്തിന്റെയും എല്ലാം കഥ പുറലോകം അറിയാതിരിക്കാൻ വേണ്ടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ നാടിന്റെ ശ്രദ്ധ വേറെ രീതിയിൽ തിരിച്ചു വിട്ടുകൊണ്ട് ഇത്തരം അനാവശ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും അഴിമതി നടത്തുകയാണ് ഇവരെ മുഖ്യ തൊഴിൽ. അപ്പൊ നമുക്കറിയാം, മാങ്കൂട്ടമായാലും ഷാഫി ആയാലും സതീശനായാലും ഇവരെല്ലാം സ്വന്തം പാർട്ടിയിൽപ്പെട്ട മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ള നേതാക്കന്മാർ വീട്ടിൽ നടത്തിയിട്ടുള്ള അനാവശ്യ പ്രവർത്തനങ്ങളും മറ്റും നമ്മുടെ നാട് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുള്ളൂ. അപ്പൊ ഇത്തരം ആളുകളെ കേരളീയ സമൂഹം ഇനിയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോണോ എന്നുള്ളത് നമ്മുടെ സമൂഹം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം കോൺഗ്രസ് പാർട്ടി എന്ന മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ ശത്രുള്ള പാർട്ടിയാണ്. പ്രത്യയശാസ്ത്രപരമായും ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം കേരളത്തിലെ ചില നേതാക്കന്മാർക്ക് ഉണ്ടെങ്കിലും അത്തരം നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് കോൺഗ്രസ് നിയന്ത്രിക്കുന്നത് ഒരു പറ്റം BJP അനുകൂല, RSS അനുകൂല, കോർപ്പറേറ്റ് അനുകൂലമായിട്ടുള്ള ഒരു വിഭാഗം ശക്തികളാണ്. സുധാകരനായാലും സതീശനായാലും സൈബർബലായാലും മാങ്കൂട്ടമായാലും ആ തരത്തിലുള്ള ഒരു നേതാക്കന്മാരെ നീണ്ട നേരെ തന്നെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് മുൻഗണ നേതാക്കന്മാർക്കും തലമുറ നേതാക്കന്മാർക്കും ഒന്നും യാതൊരു അംഗീകാരം കൊടുക്കാതെ വാർത്താ സമ്മേളനമായാലും പ്രസ്താവനകളായാലും എല്ലാം ചിന്തിക്കുകയാണ്. അപ്പൊ ഒരു പറ്റം ഉപജാപസംഘത്തിന്റെ കയ്യിലാണ് കേരളത്തിലെ കോൺഗ്രസ് ഇരിക്കുന്നത്. അപ്പൊ കേരളീയ സമൂഹമേ ഇവരെ സഹായിക്കുന്ന ഇസ്ലാമിക വർഗീയ പ്രസ്ഥാനങ്ങളായാലും ക്രിസ്തീയ വർഗീയ പ്രസ്ഥാനങ്ങളായാലും അതുപോലെ തന്നെ ഇവരെ മാന്യത കൊടുക്കുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളായാലും ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം ദുശക്തികളെ, അഴിമതിക്കാരെ, പെൺവാണിഭക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും പകരം കേരളത്തിന്റെ വിവൃത്തിക്ക് വേണ്ടി, ഇന്ത്യയുടെ വിവൃത്തിക്ക് വേണ്ടി, മതേതരത്തിന് വേണ്ടി, ജനങ്ങളുടെ താല്പര്യങ്ങളുണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെ അംഗീകരിക്കുവാനും നിലനിർത്താനും സഹായിക്കാൻ ആവശ്യമായ
ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.